friends, welcome to jojistechworld. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സ്റ്റീലിലുള്ള കാർബൺ കണ്ടനെ പറ്റിയിട്ടാണ്. അത് കാർബൺ കണ്ടന്റ് എത്ര അളവിൽ വരുന്നോ അതനുസരിച്ച് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടികൾ മാറുന്നതിനെ പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാം. സോ ഈ കാർബൺ കണ്ടന്റ് വരുമ്പോൾ നമുക്കറിയാം 0 to 0.2% ആണ് കാർബൺ കണ്ടന്റെങ്കിൽ അതിനെ ലോ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കും. ഈ 0.2 to 0.5% ആണ് കാർബൺ കണ്ടന്റെങ്കിൽ അതിനെ നമുക്ക് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാം. 0.5 എബോവ് ആണ് വന്നെങ്കിൽ അതിനെ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാം. ഇതെല്ലാം വരുന്നത് 0 to 1% ഉള്ളിലാണ്. 0 to 1% ഉള്ളിലുള്ള 3 ടൈപ്പ് ഓഫ് സ്റ്റീലിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്: ലോ കാർബൺ, മീഡിയം കാർബൺ, ഹൈ കാർബൺ. സോ ഇതിൻ്റെ പ്രോപ്പർട്ടി, നമ്മളിപ്പോൾ ഈ കാർബൺ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റീലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടും. അതായത് കാർബൺ എന്തൊരു ആറ്റംസ് കൂടുന്നു, സ്റ്റീലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുന്നു. അതിനനുസരിച്ച് തന്നെ സ്ട്രെങ്ത് കൂടുമ്പോൾ ഈ സ്റ്റീൽ പെട്ടെന്ന് ബ്രിറ്റിലാവുന്നു, പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഹാർഡ്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂടും. ഇപ്പോൾ ഈ ഹാർഡ്നെസ് കൂടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ്നെസ് നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് വൺ, ടഫ്നെസ്. അതായത് ഹാർഡ്നെസ് കൂടുന്നതനുസരിച്ച് ടഫ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കാർബൺ കണ്ടൻറ്റ് കുറഞ്ഞ ടഫ്നെസ് കൂടും, കൂടിയാൽ ടഫ്നെസ് കുറയും. അതേപോലെ തന്നെയാണ് ഈ ഡക്റ്റിലിറ്റി. ബ്രിട്ടിൽനെസ് കൂടുന്നതനുസരിച്ചിട്ട് ഡക്റ്റിലിറ്റി കുറയും, ഡക്റ്റിലിറ്റി കൂടുന്നതനുസരിച്ച് ബ്രിട്ടിൽനെസ് കൂടും. അപ്പോൾ കാർബൺ കണ്ടൻറ്റ് കൂടുമ്പോൾ, ബ്രിട്ടിൽ കൂടുമ്പോൾ ഡക്റ്റിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഡക്റ്റിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ പിന്നെ വെൽഡബിലിറ്റിയും കുറയും. കാർബൺ കണ്ടൻറ്റ് കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ വെൽഡബിലിറ്റിയും കുറയും. നമുക്കൊന്നുകൂടെ നോക്കാം. സ്ട്രെങ്ത്, ബ്രിട്ടിൽനെസ്, ഹാർഡ്നെസ് കാർബൺ കണ്ടൻറ്റ് കൂടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ കാർബൺ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് ഈ ഡക്റ്റിലിറ്റി കുറയും. ഡക്റ്റിലിറ്റി എന്നുള്ള ക്വാളിറ്റി കുറയും, ടഫ്നെസ് കുറയും, വെൽഡബിലിറ്റിയും കുറയും കൂടുന്നതനുസരിച്ചിട്ട്. ഇതെല്ലാം ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. സോ ചെറിയ ടൈപ്പ് സ്റ്റീലിലാണെങ്കിൽ നമുക്ക്, അതായത് സ്ട്രെങ്ത് കുറഞ്ഞ സ്റ്റീലും ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും വെൽഡബിലിറ്റിയൊക്കെ അത്യാവശ്യം ഉണ്ടാവും. കാരണം ഇപ്പോൾ മീഡിയം ടൈപ്പ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാം ഉണ്ടാവും. കൂടുന്നതനുസരിച്ചിട്ട് ഇതിങ്ങോട്ട് അന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു അലോയ് ആണെന്ന് ഞാൻ പറഞ്ഞു. അയണിലേക്ക് കാർബൺ എത്ര കണ്ടൻറ്റ് കയറുന്നോ അതിൻ്റെ ഒരു അലോയ് ആണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പിന്നെ അതിൽ വരുന്ന കാർബൺ കണ്ടൻറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. ഇനി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ കുറച്ച് കാര്യങ്ങളെ പറ്റി നോക്കാം. ഇപ്പോൾ റോട്ട് അയണിൻ്റെ ഇതിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 0.1% ഉള്ളൂ, അതിനേക്കാൾ താഴെയുള്ളൂ. പക്ഷേ സാധാരണ സ്റ്റീൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ 0.1 to 0.15% കിട്ടും. അത് കംസ് ഇൻ ലോ കാർബണിലായിരിക്കും വരിക. പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ 0.55 to 0.95% ആയിരിക്കും ഹൈ കാർബൺ സ്റ്റീൽ. 0.95 വരെയാണ് ഹൈ കാർബൺ സ്റ്റീൽ. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതിൽ 2 to 4% വരെ കാർബൺ ആറ്റംസ്, കാർബൺ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. സോ ഇനി കുറച്ച് ജനറൽ ഇൻഫർമേഷനാണ് വേറെ നമ്മുടെ ഈ സ്റ്റീലിനെ പറ്റി പറയാനുള്ളത്. പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ എത്രയാണെന്ന് ഒരു ചോദ്യം വരാറുണ്ട്. 2 × 10⁵ MPa MPa എന്നാണ് ഉത്തരം. അത് ഏത് ഗ്രേഡ് സ്റ്റീൽ വന്നു കഴിഞ്ഞാലും 2 × 10⁵ MPa തന്നെ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം പഠിക്കാം. ഈ ഡയഗ്രത്തിൽ, അതായത് സ്ട്രെസ് സ്റ്റീലിൻ്റെ ഒരു ഡയഗ്രമാണ്. അതിൽ നമുക്ക് പല ടെൻസൈൽ സ്ട്രെങ്ത്തുള്ള സ്റ്റീലിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. അതിൻ്റെ ഫെയിലിയർ പോയിൻ്റോടെ നോക്കാം. അതായത് FE 500 ഉണ്ട്, FE 415 ഉണ്ട്, FE 250 ഉണ്ട്. സ്ട്രെസ് ഇത് സ്ട്രെയിൻ. അപ്പോൾ അതിൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ് FE 500. അത് പോയിൻ്റ് ഓഫ് ഫെയിലിയർ ഇവിടെയാവും. കുറച്ചുകൂടെ കുറഞ്ഞ 415 ആണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഫെയിൽഡ് ആവുന്നത്. FE 250 ആണെങ്കിൽ ഇത്രയും പോയിട്ടാണ് ഫെയിൽ ആവുന്നത്. ഈൽഡ് സ്ട്രെങ്ത് അവിടെ ഫെയിലാണ് അവിടെയാണ്. അപ്പോൾ ഇത് കാർബൺ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞിരിക്കും എന്നാണ് മനസ്സിലാക്കുക. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുമെങ്കിലും ബാക്കി ഡക്റ്റിലിറ്റി, ടഫ്നെസ്, വെൽഡബിലിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അത് ഒന്ന് മനസ്സിലാക്കുക. കാർബൺ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതെല്ലാം. പിന്നെ ഇതൊരു അലോയ് ആണ്, അയൺ ആൻഡ് കാർബൺ എന്ന് വെച്ചാൽ അതാണ് അലോയ് ആണ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സ്ട്രെങ്ത്തും ബ്രിട്ടിൽനെസ്സും ഹാർഡ്നെസ്സും ഒരുമിച്ച് കൂടും. സോ മറ്റേതെല്ലാം കുറയും. ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും വെൽഡബിലിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഒരു ജനറൽ ഇൻഫർമേഷൻ കിട്ടുന്ന വിചാരിക്കുന്നു. പുതിയ വീഡിയോയിൽ പുതിയ സബ്ജക്റ്റായിട്ട് വരാം. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.